Hey guys, welcome back to our channel. Hope you are doing good. So, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും ഇന്നത്തെ സോഷ്യൽ എക്സാം ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ആ മോട്ടിവേഷനൊക്കെ തിരിച്ച് പിടിക്കണ്ടേ, അതുപോലെ തന്നെ ഒരു കംബാക്ക് നടത്തണമെങ്കിൽ സ്റ്റഡി പ്ലാൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ്ഡ് വീഡിയോ ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇത്ര ലേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതും. കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്യണമല്ലോ, അല്ല ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഇതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ സോറി ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റ് ആക്കുക ഈ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി അയച്ചു കൊടുക്കുക, അവരും കൂടി നന്നാവട്ടെ. സോ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ എക്സാം കഴിഞ്ഞിട്ട് രാത്രി ഒരു 8 മണിക്ക് ഒരു ലൈവ് ഉണ്ടായിരുന്നു മാത്സിൻ്റെ. അപ്പോൾ ആ ഒരു ക്ലാസ് കാണുന്നതിൻ്റെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഞാനത് ഒരു 11:30 വരെയാണ് കണ്ടിട്ടുണ്ടായത്, എന്നിട്ടാണ് പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. സോ ഗൈസ്, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് പഠിച്ചൊരു കുട്ടി ആയിക്കോട്ടെ പഠിക്കാത്തൊരു കുട്ടി ആയിക്കോട്ടെ ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റഡി പ്ലാൻ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺ ആയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അതായിരിക്കണം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നോക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്ത സ്റ്റഡി പ്ലാനെ കുറച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ട്യൂസ്ഡേ നമ്മൾ ഫിസിക്സ്, ഹിന്ദി ആൻഡ് മാത്സ് നോക്കുന്നു. പിന്നെ വെനസ്ഡേ നമ്മൾ കെമിസ്ട്രി, മാത്സ്, ബയോളജി. തേഴ്സ്ഡേ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ മാത്സ് ആണ് നോക്കുന്നത്. കാരണം നമുക്ക് മൺഡേ ആണല്ലോ എക്സാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 3 ദിവസം ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് മാത്സ് കുറച്ച് പേഴ്സണലി എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ബുദ്ധിമുട്ടെന്നല്ല, ചിലത് എനിക്ക് കെയർലെസ്നെസ് കൊണ്ട് മാർക്ക് പോകുന്ന സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ പോലെ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ കാര്യം അതിപ്പോൾ നിങ്ങൾക്ക് മാത്സ് ആണ് ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതേ പ്ലാൻ അങ്ങനെ അപ്പടി നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ നിങ്ങളുടെ ഓൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ സ്റ്റഡി പ്ലാനെ പറ്റി പറയുവാണെങ്കിൽ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ ഇതൊരു കുറച്ച് ഹാർഡ് വർക്കിംഗ് ആൻഡ് സ്റ്റഡി, ഒരു സ്മാർട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ള എൻ്റെ സ്റ്റഡി പ്ലാനോ കാര്യങ്ങളല്ല, ഒരു ജസ്റ്റ് മോഡലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമായിട്ട് പോലെ ഒരു മോട്ടിവേഷനിൽ ഒരു കാര്യമായിട്ട് ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഇന്നലെ സോഷ്യൽ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ പേരുടെ റിവ്യൂ ഞാൻ കുറേ പേര് പറയുന്നതൊക്കെ കേട്ടു. അതായത് റിവ്യൂ ആയിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അതായത് പഠിച്ചിട്ട് പോയവർക്ക് നല്ല എക്സാം ആയിരുന്നു, അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും. പക്ഷേ ലാസ്റ്റ് മാരത്തോൺ പോലെ ഓടിയിട്ടുള്ളവർക്കൊക്കെ ഒരു കുറച്ച് കുഴപ്പിച്ച പോലെ ഒരു പണിവാളിയ പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. അത് 4 ക്വസ്റ്റൻ മാത്രമേ അങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പോൾ +2 ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റി ആയിട്ട് ക്വസ്റ്റൻ പേപ്പറാണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് പഠിച്ചവർക്കേ മാർക്കുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കും മാർക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. പിന്നെ ഗൈസ്, ഞാൻ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ഒന്നുമല്ല. എല്ലാവർക്കും അത് ഏതെങ്കിലും സിറ്റുവേഷനിൽ നെഗറ്റീവായിട്ടൊക്കെ തോന്നും. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് എക്സാമിന് കുറേ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു സെൽഫ് ഡൗട്ട് കൂടും, അതുപോലെ തന്നെ നിങ്ങളുടെ മോട്ടിവേഷനും പോകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. പിന്നെ ഒറ്റൊരു ടിപ്പ് പോലെ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും നിങ്ങൾ എക്സാമിന് ശേഷം പോയി ആൻസർ കീ നോക്കാൻ നിൽക്കേണ്ട. അഥവാ നിങ്ങൾക്ക് അങ്ങനെ നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ എക്സാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇരുന്ന് നോക്കിക്കോ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഉള്ള മൂട് കൂടി പോകും, സത്യമായിട്ട് പറയാണ്. പിന്നെ ഡ്വെല്ലിംഗ് ഇൻ ദ പാസ്റ്റ് കൊണ്ട് ഒറ്റൊരു കാര്യമില്ല എന്നുള്ളത് നല്ലപോലെ മനസ്സിലായതുകൊണ്ടാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ കാര്യത്തിൽ അങ്ങ് വിട്ടേക്കാം, പോയി എന്നുള്ള രീതിയിൽ വിട്ടേക്കോ. ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സമ്മതം കൂടി പോകും. കഴിഞ്ഞത് കഴിഞ്ഞ് ഒറ്റ മൈൻഡിൽ ബാക്കിയുള്ള കാര്യം നോക്കാമെന്ന് വെച്ച് പോകും. അത്രയേ ഉള്ളൂ. ബൈ.